ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുമായി റിയൂണിയൻ അടുത്താൽ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു റീഡിംഗ് ആണിത്. ആ ഒരു എനർജിയിലാണ് നമ്മൾ ഇന്ന് റീഡിംഗ് എടുക്കാൻ പോകുന്നത്. ഇന്ന് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലവർക്കും റിയൂണിയൻ സംഭവിക്കാം, അല്ലെങ്കിൽ റിയൂണിയൻ സംഭവിക്കാൻ അനുകൂലമായിട്ടുള്ള ചില വിധികൾ അല്ലെങ്കിൽ ചില ആക്ഷൻസ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വരാനായിട്ടുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു റിയൂണിയൻ ഒക്കെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ റീഡിങ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്കൊരു ഇതൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു റിയൂണിയൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ്ന്റ് കെയർ എന്നാണ്. അതായത് ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ ഈ പേഴ്സൺ നിങ്ങളെ അപ്രീസിയേഷൻ ചെയ്യാത്ത രീതിയിൽ പോയിട്ടുണ്ട്. അതായത് പലപ്പോഴും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാതെയും പലപ്പോഴും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാതെയും ഒക്കെ ഈ പേഴ്സൺ ഒരുപാട് പെരുമാറിയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. കാരണം ഈ പേഴ്സൺ പല സാഹചര്യത്തിൽ നിങ്ങളോട് മിണ്ടിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരേണ്ട വില എന്താണോ, നിങ്ങൾക്ക് തരേണ്ട വാല്യൂ ഈ പേഴ്സൺ തന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള ആദ്യത്തെ തെളിവാണിത്. ആദ്യത്തെ ഒരു തെളിവാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രാധാന്യം നൽകണം എന്ന് ഈ പേഴ്സൺ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ചില സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ മുക്കാഭാഗം സിറ്റുവേഷനിലും ഈ പേഴ്സണ് നിങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ പേഴ്സന്റെ മനസ്സിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ പാനപാത്രം കൈകളിൽ ഏന്തിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം. അല്ലെങ്കിൽ നിങ്ങളെ തീർത്തും നിങ്ങളെ കളയാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് വെക്കാനായിട്ട് ഈ പേഴ്സന് താല്പര്യമില്ല എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫ്ലേർട്ടിയസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ കുറച്ച് നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹത്തിലേക്ക് ആകാനായിട്ട് താമസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ പലപ്പോഴും നിങ്ങളെ അതായത് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് ഈ പേഴ്സന്റെ കാൽ കീഴിലാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഈ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പാരന്റ്സിന് കൂടുതലും പ്രാധാന്യം കൊടുക്കുക, മറ്റു പലവർക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു ഈ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനോ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ ഒന്നും പലപ്പോഴും ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ബാലൻസ് കൊണ്ട് തരണമെന്നും ആ ബാലൻസിലൂടെ മാത്രമേ സന്തോഷകരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ തനിക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ പ്രണയബന്ധത്തെ ചേർത്ത് പിടിക്കണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ദ ഹ്യൂമാനിറ്റി ആൻഡ് ബെലവൻസ് ആണ്. അതായത് ഇവിടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശാന്തമായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു കാമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ സ്വസ്ഥമായിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ ഈ പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഈ പേഴ്സണെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ ഇല്ലായിരിക്കാം,
ഈ പേഴ്സണെ വളരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അനാവശ്യമായിട്ട് ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ആൾക്കാരോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതില്ലായിരിക്കാം. അത്തരം സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം വിശ്വാസത്തോടെയും വളരെയധികം ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതില് വളരെ ബോൾഡ് ആകുന്നുണ്ട് ഈ പേഴ്സൺ. വളരെ ബോൾഡ് ആകുന്നുണ്ടെന്ന് പറയുന്നത് ബോൾഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലോട്ടൊക്കെ ഈ പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ബോൾഡായിട്ട് നിൽക്കണം, തൻ്റെ ഇടത്തോടു കൂടി നിൽക്കണമെന്നും കാര്യഗൗരവത്തോടു കൂടി നിൽക്കണമെന്നും കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവവും വളരെ മെച്ചോർഡായിട്ട്, അതായത് വളരെയധികം ഒരു പക്വതയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മുന്നോട്ട് വെക്കണം, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ചില നിഗൂഢമായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. അതിപ്പോ നിങ്ങളുമായിട്ട് അകലാൻ വേണ്ടിയിട്ട് ഉണ്ടായ കാരണങ്ങളായിരിക്കാം. അത് പലപ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലായിരിക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ അടുത്ത് മിണ്ടാതിരുന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള നിഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാനും നിങ്ങളോട് വെളിപ്പെടുത്താനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പലതും നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ പേഴ്സണോട്, എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പേഴ്സൺ അത് പറയാനോ തുറന്നു പറയാനോ കൂട്ടാക്കിയിരുന്നില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത് തുറന്നു പറയണം, അല്ലെങ്കിൽ ആ ഒരു സത്യം, അല്ലെങ്കിൽ ആ ഒരു മറഞ്ഞു കിടക്കുന്ന സത്യം എന്താണോ അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണമെന്ന് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ പേഴ്സണ് ചില നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളെ വേണ്ട എന്ന് വെച്ച ആ ഒരു നിമിഷം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള ആ ഒരു നിമിഷം, ആ നിമിഷത്തിലൊക്കെ ഒരുപാട് ഈ പേഴ്സണ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് വിഷമതകള്, മാനസിക ബുദ്ധിമുട്ടുകള്, ശാരീരിക അസ്വസ്ഥതകള്, ഒന്നിനും ഒരു സമാധാനമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ശരിക്കും ആ ഒരു ഒറ്റപ്പെടൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഒറ്റപ്പെടൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. ആ ഒരു ഒറ്റപ്പെടുന്ന ആ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് ഈ പേഴ്സൺ വന്നു എന്നുള്ളതാണ്. ഈ പേഴ്സന്റെ ജീവിതത്തിൽ എല്ലാം സന്തോഷമായിരിക്കും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. ആരൊക്കെ വന്നാലും പോയാലും എനിക്കൊന്നുമില്ല, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, ഹാപ്പി ആയിരിക്കും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പേഴ്സണ് മനസ്സിലായി, നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം ഇല്ലാതെ ആയപ്പോൾ ഈ പേഴ്സണ് മനസ്സിലായി നിങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളവരായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഹാപ്പിനെസ്സിലേക്ക് വരാനാണ്, സംതൃപ്തിയിലേക്കും സന്തോഷത്തിലേക്കും വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സംതൃപ്തിയിലേക്കും സന്തോഷത്തിലേക്കും വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതിനെയാണ്, ആ ഒരു കാര്യത്തിനെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണ് സമാധാനം ലഭിക്കണമെങ്കിൽ അത് നിങ്ങൾ കൂടെ ഉണ്ടായേ തീരൂ എന്നുള്ളൊരു റിയാലിറ്റിയാണ്. കാരണം അങ്ങനെ ഈ പേഴ്സണെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കുന്ന രീതികൾ വന്നു കഴിഞ്ഞു. മനസ്സിലായോ? അതാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ആർക്കേഞ്ചൽ റാസിയൽ ആണ്. ഇൻസ്പിറേഷൻ മിസ്റ്ററീസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ ഇവിടെ നിഗൂഢതകളാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള നിഗൂഢതകളാണ്. കാരണം നിഗൂഢമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിലുണ്ട്. അത് നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലതിൻ്റെയൊക്കെ ബ്രോക്കൺ പീസസ് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അതായത് കുട്ടി കുട്ടി കാര്യങ്ങൾ മാത്രമേ അറിയാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം അതിൻ്റെ പരിപൂർണമായിട്ടുള്ള അറിവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ
അത് നിങ്ങൾക്ക് മുന്നിലേക്ക് തുറക്കപ്പെടാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആർക്കേഞ്ചൽ റാസിയൽ ഏഞ്ചൽ ആണ്. ആ ഒരു ഏഞ്ചലിനെ നന്നായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നോക്കാം. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് ലൈറ്റായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു. അതായത് ഇപ്പം ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അത് ശാന്തമാകുന്ന ഒരു ലെവലിലേക്കായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആണെങ്കിൽ ഒരു ശാന്തതയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. എന്താണോ നിങ്ങൾക്കിടയിൽ നെഗറ്റീവ് ആയിട്ടുള്ളത് ആ നെഗറ്റീവ് എനർജീസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് എന്താണോ നിങ്ങൾക്കിടയിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അത് വളരെയധികം കുറഞ്ഞു വരാനായിട്ടുള്ള ഒരു സാധ്യതയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്കത് നേരിട്ട് അനുഭവിക്കാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ഈ പേഴ്സണായിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും റിയൂണിയൻ സംഭവിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്കത് വൈബ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? യെസ്, 19 ഡേറ്റ് 18 ഡ്രീമിംഗ് ഫാന്റസീസ് ദ ക്യാൻസർ പൈസസ് സ്കോർപിയോ വാട്ടർ സൈൻ ആണ്. പത്തനംതിട്ട കാർ ഡ്രൈവ് 969696 ആങ്സൈറ്റി ഫുൾ മൂൺ പ്രെയർ. പൂർണ്ണചന്ദ്രന്റെ അന്ന് പ്രാർത്ഥനയ്ക്ക് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിൽ നന്നായിട്ട് വിശ്വസിച്ച് ഈ ഒരു റീഡിംഗ് കാണുക. 1 or 2 പ്രാവശ്യം കാണുന്നതിൽ തെറ്റില്ല. ഒരുപാട് പേർക്ക് ആ ഒരു റിയൂണിയൻ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.